നമസ്കാരം. ഇന്നത്തെ ടോപ്പിക്ക് ഭരണഘടന. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൈക്കോടതി ജഡ്ജി രാജിക്കത്ത് നൽകുന്നത് ആർക്കാണ്? ഉത്തരം രാഷ്ട്രപതിക്ക്. ഹൈക്കോടതി ജഡ്ജി രാജിക്കത്ത് നൽകുന്നത് രാഷ്ട്രപതിക്കാണ്. ഹൈക്കോടതി ജഡ്ജി രാജിക്കത്ത് നൽകുന്നത് ആർക്കാണ്? രാഷ്ട്രപതിക്ക്. താഴെ പറയുന്നവയിൽ അറ്റോർണി ജനറലുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? അറ്റോർണി ജനറലുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏതാണെന്നാണ് എഴുതേണ്ടത്. തന്നിരിക്കുന്ന പ്രസ്താവനകൾ: അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. രണ്ടാമത്തെ, പാർലമെൻറ്റിലെ ഇരുസഭകളിലും പ്രസംഗിക്കാൻ അവകാശമുണ്ട്. മൂന്നാമത്തെ പ്രസ്താവന, ഇന്ത്യയിലെ ഏത് കോടതിയിലും ഹാജരാകാൻ അവകാശമുണ്ട്. നാലാമത്തേത്, പാർലമെൻറ്റിലെ വോട്ടെടുപ്പുകളിൽ പങ്കെടുക്കാനാകും. ഇതിൽ തെറ്റായ പ്രസ്താവന, പാർലമെൻറ്റിലെ വോട്ടെടുപ്പുകളിൽ പങ്കെടുക്കാനാകും. അറ്റോർണി ജനറലുമായി ബന്ധപ്പെട്ട് തെറ്റായ ഒരു പ്രസ്താവനയാണ് അറ്റോർണി ജനറലിന് പാർലമെൻറ്റിലെ വോട്ടെടുപ്പുകളിൽ പങ്കെടുക്കാനാകും എന്നുള്ളത്. അപ്പോൾ ശരിയായത് ഏതൊക്കെയാണ്? പാർലമെൻറ്റിലെ ഇരു സീറ്റുകളിലും അറ്റോർണി ജനറലിന് പ്രസംഗിക്കാൻ അവകാശമുണ്ട്. അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യയിലെ ഏത് കോടതിയിലും അറ്റോർണി ജനറലിന് ഹാജരാകാൻ അവകാശമുണ്ട്. ഇതൊക്കെ ശരിയാണ്. പാർലമെൻറ്റിലെ വോട്ടെടുപ്പിൽ മാത്രം പങ്കെടുക്കാൻ പറ്റില്ല. അടുത്ത ക്വസ്റ്റ്യൻ, എന്തൊക്കെ ചേരുന്നതാണ് ഇന്ത്യൻ പാർലമെൻറ്റ്? ഇന്ത്യൻ പാർലമെൻറ്റ് രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ. അത് വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ പാർലമെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ രാഷ്ട്രപതിയും ലോക്സഭയും രാജ്യസഭയും. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളെപ്പറ്റി ശരിയായ പ്രസ്താവന ഏതാണ്? ഭാഗം 3-ൽ 12 മുതൽ 35 വരെ അനുച്ഛേദങ്ങളുണ്ട്. ഭാഗം 2-ൽ 11 മുതൽ 32 വരെ അനുച്ഛേദങ്ങളുണ്ട്. ഭാഗം 4-ൽ 10 മുതൽ 32 വരെ അനുച്ഛേദങ്ങൾ. ഭാഗം 4A-യിൽ 9 മുതൽ 28 വരെ അനുച്ഛേദങ്ങൾ. ഈ പറഞ്ഞതിൽ ആകെ ശരിയായത് ആദ്യം പറഞ്ഞ ഭാഗം 3-ൽ 12 മുതൽ 35 വരെ അനുച്ഛേദങ്ങൾ. ഭാഗം 3-ലെ അനുച്ഛേദങ്ങൾ 12 മുതൽ 35 വരെ. ഭാഗം 3-ൽ 12 മുതൽ 35 വരെ അനുച്ഛേദങ്ങളാണുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നാളിതുവരെ എത്ര തവണ ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുണ്ട്? ഒരു തവണ. ഒരേ ഒരു തവണ മാത്രമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ചരക്കു സേവന നികുതിയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ലോകത്ത് ആദ്യമായി GST നടപ്പാക്കിയത് ഇന്ത്യയിലാണ്. അതാണ് ഒന്നാമത്തെ പ്രസ്താവന. രണ്ടാമത്തെ പ്രസ്താവന, ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണ് GST. മൂന്നാമത്തത്, സേവന നികുതി, കേന്ദ്ര വിൽപ്പന നികുതി എന്നിവ GSTയിൽ ലയിച്ചു. നാലാമത്തത്, ഒരു രാജ്യത്ത് ഒറ്റ നികുതി എന്ന തത്വമാണ് GSTക്ക് പിന്നിലുള്ളത്. ഇതിൽ ശരിയല്ലാത്തത്, ലോകത്ത് ആദ്യമായി GST നടപ്പിലാക്കിയത് ഇന്ത്യയിലാണ്. ലോകത്താദ്യമായി GST നടപ്പിലാക്കിയത് ഇന്ത്യയിലല്ല. അതിൽ ശരിയായത് ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണ് GST. സേവന നികുതി, കേന്ദ്ര വിൽപ്പന നികുതി എന്നിവ GSTയിൽ ലയിച്ചിട്ടുണ്ട്. ഒരു രാജ്യത്ത് ഒറ്റ നികുതി എന്ന തത്വമാണ് GSTക്ക് പിന്നിലുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് ഭരണഘടന എന്ന ഭാഗമാണ്. 6 ക്വസ്റ്റ്യൻസാണ് ഇവിടെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ പഠിക്കുന്നതോടൊപ്പം അല്ലെങ്കിൽ വീഡിയോ കാണുന്നതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്, അതുകൊണ്ടാണ് പിന്നെയും പറയുന്നത്. താങ്ക് യു.